ചേച്ചി നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ കയറിയിട്ട് ഇപ്പൊ കുറെ നേരമല്ലേ നാഗർകോവിൽ എന്താ എത്താത്തെ? ഇപ്പൊ ഇത്ര സമയം കൊണ്ട് നമ്മൾ എത്തണ്ടല്ലേ? എന്റെ ശാരദ, നീ ആ കാര്യം മറന്നുപോയോ? നമ്മുടെ ട്രെയിൻ ആണെങ്കിൽ ഏകദേശം ഇത്ര അരമണിക്കൂർ കൊണ്ട് പിടിച്ചിട്ടില്ലായിരുന്നു. വേറെ എന്താ ട്രെയിൻ പോകാനെന്ന് പറഞ്ഞോണ്ട് പിടിച്ചിട്ടില്ല, ഓർമ്മയില്ലേ? പാറശാല വെച്ച്. ആ ശരി ചേച്ചി, ചുമ്മാ അല്ലേ ഇത്ര താമസിക്കുന്നത്. നാഗർകോവിലാണെങ്കിൽ നല്ല ശർക്കര കിട്ടുമെന്ന് കണ്ടു ഞാൻ. നമ്മളത് തന്നെയല്ലേ വാങ്ങിക്കാൻ പോകുന്നത്. ഈ ദേവുന് ഇനി എല്ലാ ദിവസവും കുറുക്കുണ്ടാക്കി കൊടുക്കണം. കുറുക്ക് കഴിക്കും നല്ലതാ. കൺമണിമുളക് പിന്നെ എപ്പോഴും കുറുക്ക് കഴിക്കും. ഇവര് പിന്നെ കുറുക്ക് കഴിക്കത്തില്ല. ഞാൻ പിന്നെ നിർബന്ധിച്ച് കഴിപ്പിക്കും. മക്കളെ, ഇനി ശർക്കര നല്ല അവിടുത്തെ ശർക്കര വാങ്ങിക്കുമ്പോഴേ കുറുക്ക് കഴിക്കണേ. ശരി അമ്മ, കഴിക്കാം. ഞാനാണെങ്കിൽ ചേച്ചിക്കാണെങ്കിലേ നമ്മളൊരു വീഡിയോ കണ്ടിട്ടില്ലേ അങ്ങോട്ട് പോകുന്നത് ശർക്കര വാങ്ങിക്കാനായിട്ട്. ചേച്ചിക്കാണെങ്കിൽ ഞാൻ കണ്ട വീഡിയോ ഇല്ലേ ശർക്കരയുടെ സ്ഥലം, ആ വീഡിയോ ഞാൻ ചേച്ചിക്ക് അയച്ചപ്പോ ആ വീഡിയോന് ചേച്ചി എനിക്ക് ഇങ്ങോട്ട് അയച്ചത്. അതെന്തായാലും കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. ശരി തന്നെ. രമേശ് ചേട്ടനെ കൂടെ കൊണ്ടുവരണ്ടായിരുന്നു. രമേശ് ചേട്ടന് ജോലി ഉണ്ടല്ലോ. ചേട്ടനാണെങ്കിൽ ജോലി ഉണ്ടല്ലോ. എത്ര മണിയാവും ചേച്ചി വരാൻ? സാധാരണ 7 മണിയല്ലേ വരുന്നത്. ഇപ്പൊ എത്ര? 7 മണിക്ക് തന്നെ വരുന്നു എപ്പോഴും. രാത്രി ആയാലോ പേടി വരുന്നു. നമ്മളോട് ഇപ്പൊ ആകെ ഒരു ആൺതരി എന്ന് പറയാനായിട്ട് ഈ കണ്ണനാ. ശരിയാ ചേച്ചി, നല്ല ശർക്കര ആയിരിക്കുമല്ലേ അവിടുത്തത്? നല്ല ശർക്കര ചേച്ചി. അവിടുത്തെ ആൾക്കാരൊക്കെ നല്ലോണം പറയുന്നുണ്ട് നല്ലതാണ്. തമിഴ്നാട്ടിലേക്ക് പോകുന്ന എനിക്ക് അതാ പേടി. രാത്രി കൊച്ചുങ്ങളെ കൊണ്ട്. ഒന്നാമത് രമേശ് ചേട്ടനൊന്നും ഇല്ലല്ലോ, എനിക്കത് പേടി. പക്ഷെ നമ്മളാണെങ്കിൽ നേരത്തെ കയറിയതല്ല. ട്രെയിൻ ആണെങ്കിൽ അരമണിക്കൂർ പിടിച്ചിട്ടുണ്ടാ. അത് നമുക്ക് നേരത്തെ വരായിരുന്നു. നേരത്തെ അവിടെ എത്തിയിട്ട് നേരത്തെ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരായിരുന്നു. ഇപ്പൊ ഇനി അവിടെ പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോ എത്ര പാതിരാത്രി വല്ല ആവും. ശരിയാ പാതിരാത്രി 12 മണി വല്ല ആവുമായിരിക്കും. അത്ര ഒന്നും ആവശ്യമായതല്ലേ ചേച്ചി. നമ്മളെന്തൊരു സ്ഥലം നമുക്ക് അറിയാലോ. നാഗർകോവിലിന് മറ്റേ ആ സ്ഥലം ഇല്ലേ, എന്തോ പേര് മറന്നുപോയല്ലോ. എന്താണ് നീ പറഞ്ഞ? ശർക്കര മുട്ടായിയോ? ശർക്കര മിഠായി അതൊന്നും സാധനം. എന്റെ ദൈവം, ചിലപ്പോ ഇവളാണെങ്കിലേ ശർക്കര വരട്ടി എന്ന് പറഞ്ഞായിരിക്കും അത് മുട്ടായി എന്നായി കാണുന്നത്. അല്ല അമ്മേ, ശർക്കര വരട്ടി അല്ല, മുട്ടായി വാങ്ങാൻ ചെയ്തേ. ശർക്കര മുട്ടായി. ശർക്കര മുട്ടായി എന്ന് പറഞ്ഞ സാധനം ഇല്ല. ചോക്ലേറ്റ് ചോക്ലേറ്റ് എന്തെങ്കിലും വാങ്ങിച്ചേരാ. അല്ല, എനിക്ക് മനസ്സിലാക്കി. തുമ്പിയാണെങ്കിൽ ട്രെയിനിൽ കയറി പിന്നെ മിണ്ടിയതേ ഇല്ലല്ലോ. അതൊന്നുമില്ല. ഞാനാണെങ്കിൽ അടുത്ത സ്ഥലം കൊണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ഒന്നും മിണ്ടായിരുന്നതുകൊണ്ട്. സ്ഥലം കണ്ടിരുന്നോണ്ടാണ് മിണ്ടായിരുന്നത്. രസമുണ്ടല്ലോ സ്ഥലം കണ്ട. നല്ല രസമുണ്ട്, നല്ല പാടമൊക്കെ. ഇവള് പറഞ്ഞ ശരിയാ. ഇത് കണ്ടാ പിന്നെ കണ്ടോണ്ടിരിക്കാൻ തോന്നും. പിന്നെ ആര് പറഞ്ഞ കേൾക്കത്തുമില്ല. ശരി, ഇത് കണ്ടോണ്ടിരുന്നാലും പിന്നെ വേറെ ആരെന്തൊക്കെ പറഞ്ഞ മൈൻഡ് ചെയ്യാൻ തോന്നില്ല. എന്ത് രസം സ്ഥലം. ഹലോ, നിങ്ങളെല്ലാരും അവിടെ പോവാ? ഇയാളേതാ? ഹലോ, നിങ്ങളെല്ലാരും ചോദിച്ചത്. നിങ്ങളെല്ലാരും അവിടെ പോവാ? എന്റെ അമ്മ, ഇയാളാരാ? അമ്മ, ഇയാൾ വല്ല കള്ളനാണോ? ഇവിടെ മിണ്ടായിരിക്കേ. ഞങ്ങളാണെങ്കിൽ നാഗർകോവിൽ വരെ പോവാ. നാഗർകോവിൽ എന്തിനു പോവാ? ഇയാൾക്ക് ഇതെല്ലാം അങ്ങ് അറിയണം. ഹലോ, നിങ്ങളോട് ചോദിച്ചു നാഗർകോവിൽ എന്തിനു പോവാ? ഞങ്ങളവിടെ ശർക്കര വാങ്ങിക്കാൻ പോവാ. ശർക്കര വാങ്ങിക്കുന്നത്? എന്തിനു ശർക്കര വാങ്ങിക്കുന്നേ? കുറുക്കുണ്ടാക്കുമ്പോഴേ എൻ്റെ അകത്ത് ശർക്കര ഇടാനാ. അതിനുവേണ്ടി വാങ്ങിക്കാൻ പോവാ ശർക്കര. ചേച്ചി എന്താ ശാരദേ? ചേച്ചി, ഇയാളെ കണ്ടിട്ട് കള്ളനെ പോലെ തോന്നുന്നുണ്ട്. നമ്മുടെ കഴുത്തേലും കയ്യിലൊക്കെയാണ് സ്വർണം കിടപ്പില്ലേ? ഇയാൾ തട്ടിപ്പറിച്ചോണ്ട് പോകാൻ തോന്നുന്നു എനിക്ക് തോന്നുന്നത്. ശരി ശാരദ, ഇയാളെ നമ്മുടെ സ്വർണവും മാലയൊക്കെ തട്ടി എടുത്തോണ്ട് പോകുന്നു തോന്നുന്നു. ആർക്കറിയാം. ശരിയെന്നാ ഞാൻ പോവാ. ചേച്ചി, അയാളെ കണ്ടിട്ടൊരു കള്ളലക്ഷണം ഇല്ലേ? ശരിയാ ശാരദ, അയാളെ കണ്ടിട്ട് എന്തോ ഒരു കള്ളലക്ഷണം ഉണ്ട്. നമ്മളോടാണെങ്കിലേ വേറെ ആണുങ്ങളൊന്നും ഇല്ലല്ലോ. കണ്ണ മാത്രല്ലേ ഒരു ആണായിട്ടുള്ളത്. അയാൾ ഇങ്ങനെ നോക്കി വെച്ചേക്കും. പെണ്ണുങ്ങൾ ഇങ്ങനെ പോകുമ്പോഴേ ആണുങ്ങളൊന്നും കൂടെ ഇല്ലെങ്കിൽ അവരുടെ സ്വർണവും പണമൊക്കെ തട്ടിയെടുത്തോണ്ട് പോകാൻ. ശരിയാ ചേച്ചി, ഒന്ന് തമിഴ്നാട്ടിലൊക്കെ പോകുന്നു. തമിഴ്നാട്ടിലെ ഭയങ്കര കള്ളന്മാര്. ബ്രെയിൻ റോട്ട്സിനേക്കാളും പേടി എനിക്ക് ആ കള്ളന്മാരെയാ. ശരിയാ, ബ്രെയിൻ റോട്ട് വലിയ ശല്യമൊന്നുമില്ല. ഈ സാധനം കള്ളന്മാര് വലിയ ശല്യം, പേടി വരുന്നു. ശരി, രമേശ് ചേട്ടനെ വിളിച്ചാലും രമേശ് ചേട്ടന് വരാൻ പറ്റത്തില്ല. അവിടുത്തെ മാനേജറാണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റാ, വിടത്തില്ല. അങ്ങനെ ലീവ് ഒന്നും എടുക്കാൻ സമ്മതിക്കത്തില്ല. പിന്നെ വല്ലപ്പോഴും വല്ല ലീവ് കൊടുക്കത്തുള്ളൂ. എന്റെ മനസ്സിലായില്ലേ, ഗൾഫിൽ കിടന്ന് എന്തോ പണിയാണെന്നറിയാം. വിളിച്ചാൽ വരുമോ? കുറച്ചുകൂടെ പൈസ ഉണ്ടാക്കട്ടെ, എന്നിട്ട് പണം വാരി കിടന്ന് അവിടെ, എന്നിട്ട് വരത്തില്ല ഇങ്ങോട്ട്. പണം ഉണ്ടാക്കാൻ നല്ല രസമല്ലേ? പണം ഉണ്ടാക്കട്ടെ. ഇത് എത്രയെന്ന് വെച്ചാൽ ഇങ്ങനെ പണം ഉണ്ടാക്കുന്നത്? എത്ര നാളെയെന്നറിയാം. ഇപ്പൊ എത്ര 5 വർഷം കണ്ടായി തോന്നുന്നു പോയിട്ട്. 5 അല്ല, എത്ര 4 വർഷം കണ്ട് കറക്റ്റ് നോക്കിയാ. 4 വർഷമായി. അതേ പിന്നെ ഇതുവരെ വന്നിട്ടില്ലേ? ഇല്ല, അതേ പിന്നെ ഇതുവരെ വന്നിട്ടില്ല. വീഡിയോ കോൾ മാത്രമേ ചെയ്യത്തുള്ളൂ. ഞാൻ പിന്നെ വീഡിയോ കോൾ ഒന്നും ചെയ്യത്തില്ല. ഞാൻ പിന്നെ ഇവിടെ പോകില്ല, എന്റെ ബ്യൂട്ടി പാർലറിൽ. ഇവളെ പിന്നെ എപ്പോഴും നോക്കിയാലും വീഡിയോ കോൾ ചെയ്യുന്നത്. എപ്പോഴെന്ന് പറഞ്ഞാൽ സ്കൂൾ വിട്ട് വന്നിട്ട് വൈകിട്ട്. ഇപ്പൊ പിന്നെ ക്രിസ്മസിന്റെ അവധിയാണല്ലോ ഇനി 10 ദിവസത്തേക്ക്. അതുകൊണ്ട് ഇവർക്ക് ഇനി എപ്പോഴെങ്കിലും കളിക്കാലോ 10 ദിവസം വരെ. ഞാൻ അതല്ല ആലോചിച്ചോണ്ടിരിക്കുന്നത്. അയാൾ കള്ളനാന്ന് തോന്നുന്നു അല്ലേ? ഞാനും അതുതന്നെ ആലോചിച്ചോണ്ടിരുന്നത്. അയാൾ കള്ളനാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഞാൻ ഇത്രയും നേരം വേറെ കാര്യം പറഞ്ഞെങ്കിൽ ഞാൻ അയാളെ കുറിച്ച് ആലോചിച്ചോണ്ടിരുന്നേ. എനിക്കെന്തോ അയാളെന്തോ വശപ്പിച്ചൊക്കെ ഉണ്ട് കേട്ടാ. ശരിയാ ശാരദേ, എന്തോ വശപ്പിച്ചൊക്കെ ഉണ്ട്. ചേച്ചി, അയാൾ ഇങ്ങോട്ട് വരുന്നു. അയാളൊന്നും മിണ്ടാതെ പോയി. ശാരദ, അയാൾ പിന്നെ വരുന്നു. ചേച്ചി, ഇത് നമ്മളെ ചുറ്റിപ്പറ്റി അടക്കും കേട്ടോ ഇയാള്. നമ്മുടെ സ്വർണ്ണം പണമൊക്കെ അടിച്ചു മാറ്റാനുള്ള കറക്റ്റ് അവസരം നോക്കി നിൽക്കും അയാള്. ചേച്ചി പിന്നെ വരുന്നു. ഇയാൾക്ക് എന്തിന്റെ കേടാണെന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടി കളിക്കുന്നു. അയാൾ എത്തി ചേച്ചി ഇവിടെ. ഇയാളത് എങ്ങോട്ട് പോവാ ചോദിച്ചാലോ? വേണ്ട ചേച്ചി, മിണ്ടണ്ട. അയാൾക്ക് ഇഷ്ടമുള്ള എന്തായാലും ചെയ്യട്ടെ. പക്ഷെ നമ്മൾ സൂക്ഷിച്ചിരിക്കണം. അയാൾ അങ്ങോട്ട് പിന്നെയും പോയി. അയാളാണെങ്കിൽ കക്കൂസിലൊന്നും അല്ലല്ലോ പോകുന്നത്. ചുമ്മാ അവിടെ വരെ പോയിട്ട് ഇങ്ങോട്ട് വരുന്നു, പിന്നെ അവിടെ വരെ പോയിട്ട് ഇങ്ങോട്ട് വരുന്നു, പിന്നെ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. ഇതെന്താ ഇയാൾക്കെന്തോ വല്ല ഭ്രാന്താണോ? ആർക്കറിയാം ചേച്ചി. ഇയാൾ പക്ഷെ മലയാളിയാന്ന് തോന്നില്ല കണ്ടിട്ട്. തമിഴനാ, പക്ഷെ ഇയാൾ മലയാളം പറയുന്നേ ഉള്ളൂ.
ഇടയ്ക്ക് അവിടെ ഇവിടൊക്കെ തമിഴ് കയറി വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞേ. ആ ശാരദ പറഞ്ഞ ശരിയാ, അയാള് തമിഴിനാ, പക്ഷെ മലയാളം പറയുന്നുള്ളൂ. ഇയാളെന്താ ഇപ്പൊ കാണാനില്ലല്ലോ? ആ അതേ നാക്കെടുത്ത് ഉള്ളി വെച്ചില്ലതേ അയാൾ വരുന്നുണ്ട്. ഇയാളെന്ത് എന്തിനിങ്ങനെയാണ് നടക്കുക? ശാരദ ഇയാളാണെങ്കിൽ എന്തിനാണെന്നറിയാം ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നത്? നമ്മുടെ ബാഗും പണവും സ്വർണ്ണവും ഒക്കെ മോഷ്ടിക്കാൻ തക്കതായിട്ടുള്ള സമയം കിട്ടാൻ നോക്കി നടക്കും ഇയാള്. നമ്മുടെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെയാണ് ആൾക്കാർ ഇപ്പോൾ ഉണ്ട്, അതുകൊണ്ട് അയാൾ നമ്മുടെ സാധനം അടിച്ചു മാറ്റാൻ വരാത്തത്. ഈ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കുന്ന ആൾക്കാരൊക്കെ എഴുന്നേറ്റ് പോകണമെങ്കിൽ നമുക്ക് വലിയ പണിയാവും കേട്ടാ. അവരിയ്ക്കുന്നതാണ് നമ്മൾ ഇത്ര നേരം ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ നാഗർകോവിൽ 6 ആയില്ലല്ലോ, കുറെ നേരം ആയില്ല നമ്മൾ ട്രെയിനിൽ കയറിയിട്ട്. ആ പിടിച്ചിട്ട് ഇതിനെല്ലാം കാരണം. ശരിയാ ചേച്ചി, ആ പിടിച്ചിട്ട് ഇത്ര താമസിച്ചാലും ഇപ്പൊ നമ്മൾ എപ്പോൾ എത്തിയേനെ. അയ്യോ നാഗർകോവിലാണ് ഇനി കുറെ ദൂരം ഉണ്ടെന്ന്. ഇത് മറ്റേ നാഗർകോവിൽ മുമ്പ് ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലം ഇത്. ആ സ്ഥലത്ത് നമ്മളിപ്പോൾ എത്തിക്കുന്നത്. ഇനി ഇവിടുന്ന് കുറെ ദൂരം ഉണ്ട് ഇനി. എന്തൊരു കഷ്ടം ഇത്. ഇന്ന് തന്നെ വരണ്ടായിരുന്നു, നമുക്ക് നാളെ പോയാൽ മതിയായിരുന്നു. നമ്മളാണ് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഓർത്ത്. പക്ഷേ എന്തോ വെയിലായിരുന്നു, അതുകൊണ്ട് നമ്മൾ പിന്നെ 3 മണിക്കാക്കിയത്. അയ്യോ 3 മണിക്കല്ല, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 3 മണി. പിന്നെ ഭയങ്കര ബ്ലോക്ക് അല്ലായിരുന്നോ? നമ്മുടെ വലിയ കാർ കൊണ്ട് പോകാൻ വലിയ പണിയല്ലായിരുന്നോ? ബ്ലോക്കിൽ കിടന്ന് കുറേ നേരം കിടന്ന് അങ്ങനെ ഇത്ര 6 മണിയായി. ഇപ്പം എന്തായാലും ശാരദ ഒരു 8 മണിയായി കാണും. ഉയ്യോ എൻ്റെ അമ്മയെ, രാത്രി 8 മണിയായോ? നമ്മളപ്പോൾ ഇവിടെ എത്താനായിട്ട് എന്തായാലും ഇനി, ഞാൻ മുമ്പ് പറഞ്ഞ 12-11 അല്ലേ, ഇനി എന്തായാലും 1-2 മണിയാകുമ്പോൾ ഇവിടെ എത്തത്തോളം തോന്നുന്നു എനിക്ക് നമ്മുടെ വീട്ടിൽ. ശരിയാ ശാരദ, നമ്മുടെ വീട്ടിൽ ഇനി എപ്പോൾ എത്തും ആർക്കറിയാം. നമുക്കെന്താ നാഗർകോവിലിൽ റൂം എടുത്താലോ? എന്റെ ചേച്ചി നാഗർകോവിലാണെങ്കിൽ റൂമൊന്നും കിട്ടാൻ പോകുന്നില്ല, കാരണം അതാണെങ്കിൽ ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലല്ലോ. സാധാരണ ടൂറിസ്റ്റ് പ്ലേസിലല്ലേ ഇങ്ങനെ റൂമൊക്കെ വെക്കാറുള്ളൂ, ആൾക്കാർ വരുന്ന ആൾക്കാർക്ക് സ്റ്റേ ചെയ്യാൻ. പിന്നെ നാഗർകോവിൽ കഴിഞ്ഞിട്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ കന്യാകുമാരിയാണ്. അവിടെ പിന്നെ നല്ല റൂമൊക്കെ കിട്ടുമല്ലോ ഇഷ്ടം പോലെ. അത് പിന്നെ ടൂറിസ്റ്റ് ഏരിയ അല്ലേ, നമ്മൾ എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്. അതേപോലെ അല്ലേ ഇവിടെ നാഗർകോവിൽ, ഇത് ടൂറിസ്റ്റ് പ്ലേസ് ഒന്നുമില്ല, ഇത് നോർമൽ സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ റൂമൊന്നും കിട്ടാൻ സാധ്യതയില്ല. ഇവിടെ എന്തായാലും കിട്ടാൻ പോകുന്നില്ല, നമ്മളിവിടെ പെട്ടെന്ന് തോന്നുന്നു. രാത്രി കഴിഞ്ഞ ട്രെയിൻ ഉണ്ടോ എന്തോ എനിക്കറിയത്തില്ല. ഞാൻ ട്രെയിനിന്റെ സമയം നോക്കട്ടെ ഒന്ന്, എപ്പോഴാണ് ഇനി നമുക്ക് അങ്ങോട്ടുള്ള ട്രെയിൻ തിരുവനന്തപുരത്തേക്ക്. ആ ചേച്ചി നോക്കിക്കേ, നാഗർകോവിൽ ടു തിരുവനന്തപുരം ട്രെയിൻ ടൈം. ആ നോക്കട്ടെ. എന്റെ ശാരദ ലാസ്റ്റ് ട്രെയിൻ ആണെങ്കിലേ എത്ര 9 മണിക്കാ. എന്റെ ശാരദ നമ്മൾ ശർക്കരയൊക്കെ വാങ്ങിച്ചു കഴിയുമ്പോൾ തന്നെ ആണെങ്കിൽ ഒരു 10-11 മണി ആവും. അപ്പോഴത്തേക്ക് ട്രെയിൻ പോകത്തില്ലേ, 9 മണിക്കല്ലേ ട്രെയിൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ട്രെയിൻ ആണെന്നറിയോ, അത് വെളുപ്പിന് 6 മണിക്കാ. അല്ല 6 മണിയല്ല 5 മണിക്ക്. ഉയ്യോ 5 മണിക്കാ വെളുപ്പിനെ. ഉയ്യോ ഇനി നമ്മളിനി എന്ത് ചെയ്യും? പക്ഷെ ഇതെന്തൊരു കഷ്ടം ഇത്. നമ്മൾ എന്തെങ്കിലും നോക്കിയൊക്കെ പോകണ്ടായിരുന്നോ? പക്ഷെ ഞാനാണെങ്കിൽ ട്രെയിനിന്റെ സമയം നോക്കിയില്ല. എന്റെ ശാരദ എനിക്കെങ്കിലും നോക്കത്തില്ലായിരുന്നോ? എന്റെ ചേച്ചി ഞങ്ങളാണെങ്കിൽ ട്രെയിൻ ഒന്നും പോകത്തില്ലായിരുന്നു, ഞങ്ങൾ എപ്പോഴും ഫ്ലൈറ്റിനല്ല പോകുന്നത്. അതുകൊണ്ട് എനിക്കാണെങ്കിൽ ട്രെയിനിന്റെ സമയം എവിടെ നോക്കണ്ട എനിക്കറിയത്തില്ല. അതുകൊണ്ടല്ലേ ഞാൻ ചേച്ചിയുടെ ഇപ്പൊ നോക്കാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല നോക്കാൻ. പക്ഷേ എന്തൊരു കഷ്ടം ഇത്, സമയമൊക്കെ നോക്കി പോകണ്ടായിരുന്നോ ഞാൻ. ഒന്നാമതാണെങ്കിൽ ആ കള്ളനെ ഇവിടെ ചുറ്റിക്കറങ്ങി നടക്കുമ്പോൾ എനിക്കത് ഏറ്റവും വലിയ പേടി. രാത്രിയാണെങ്കിൽ കുഴപ്പമില്ലെന്ന്, കള്ളന്മാരുണ്ട് ഇവിടെ, തമിഴ്നാടല്ലേ. ചായ വേണോ വട വേണോ? ചായ വേണോ വട വേണോ? ഈ നമ്മൾ മുമ്പ് കണ്ടേ കള്ളനല്ലേ, ഇയാളെന്തോ ചായ വട വേണമെന്ന് വിളിച്ചു നടക്കുന്നത്? ഇയാൾ ചായക്കാരനാണോ? എന്റെ ചേച്ചി ഇയാളുടെ പ്ലാൻ ഇതൊക്കെ, നമ്മുടെ ബാഗ് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൊണ്ട് പോകാനുള്ള എന്തോ പ്ലാൻ ഇയാൾ, എനിക്കൊന്നും അറിയത്തില്ല. ചേച്ചി മക്കളെ ചായ വട വേണോ? നിങ്ങളല്ലേ മുമ്പ് വന്ന് ഞങ്ങൾ സംസാരിച്ചത്, അപ്പൊ നിങ്ങൾക്ക് ചായ വടയൊന്നും ഇല്ലല്ലോ നിങ്ങളുടെ? പിന്നെ ഇവിടുന്ന് ചായ വട? ആ അതൊക്കെ എന്റെ ഉണ്ട്, ചായ വടയൊക്കെ. ചായ വേണോ വട വേണോ? നിങ്ങൾക്ക് എന്തായാലും ചായ വട ഒന്നും വേണ്ടല്ലോ, ഞാൻ അപ്പുറത്ത് പോവാം. എന്റെ ശാരദ ഇയാൾക്ക് എന്തെങ്കിലും ഭ്രാന്ത് വല്ലതും ഉണ്ടോ? ചേച്ചി നാഗർകോവിലെത്തി, നമുക്കൊന്ന് പെട്ടെന്ന് ഇറങ്ങാം. ആ ശരി ശാരദേ. ഞാൻ ശരിക്കും ഒരു മനുഷ്യനൊന്നും അല്ല, എന്റെ ശരിക്കുള്ള രൂപം ഞാനിപ്പോ എടുക്കാൻ വേണ്ടി പോവാ.